ഞാൻ കുറച്ച് പോലീസുകാരുടെ വിശേഷങ്ങളിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വളരെ രസകരമാണ് കാഴ്ച. കർഷകർക്കൊപ്പം പാടത്തെ ചേറിലിറങ്ങി ഞാറുനട്ട് പോലീസുകാർ. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കൊടക്കാട് പാടശേഖരത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. ഉഴുതുമറിച്ചൊരുക്കിയ പാടത്ത് നാടിന്റെ കാർഷിക സമൃദ്ധി നിലനിർത്താൻ കർഷകർക്കൊപ്പം അവർ കൈകോർത്തു. നാടൻ പാട്ടിന്റെ താളത്തിനൊപ്പം ഞാറുനട്ടു. കൊടക്കാട് പാടശേഖരത്തിലാണ് പോലീസുകാർ കർഷകർക്ക് സഹായഹസ്തവുമായി ഞാറ്റുവേല കാർഷിക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കേരള പോലീസ് അസോസിയേഷന്റെ 35ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പോലീസ് നെൽകൃഷി ഇറക്കിയത്. കേരളത്തിൽ അങ്ങോളം കേരള പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ആഗസ്റ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡേറ്റ് എടുത്തെടുത്ത് സംസ്ഥാന സമ്മേളനം കൂടി നടക്കുകയാണ്. അതിന്റെ ഒരു പ്രചരണം എന്നുള്ള നിലയിൽ പോലീസാണ് ജനങ്ങൾ, ജനങ്ങളാണ് പോലീസ് എന്നുള്ള ആപ്തവാക്യം മുൻനിർത്തിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു പരിപാടിയിലേക്ക് വരുന്നത്. ക്രമസമാധാനവും ജീവന്റെ സംരക്ഷണവും അതുപോലെ തന്നെ മനുഷ്യന്റെ അന്തസ്സും സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പോലീസുകാർ മനുഷ്യരോടൊപ്പം അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം, നാട്ടിലെ ജനങ്ങളോടൊപ്പം ഇഴചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രവൃത്തിയിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 10ാം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടിയെ ഉൾപ്പെടെ പിടിച്ച് പഠിപ്പിച്ച് അതിനെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് പോലീസ് മാറുന്നുണ്ട്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ കേരള പോലീസിൽ ഭൂരിഭാഗവും. തദ്ദേശീയരും വിദേശീയരുമായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഇങ്ങനെ ഒരു നാടും ഒരു ഗ്രാമവും പരിചയപ്പെടുത്താനും പ്രത്യേകിച്ചും നമ്മുടെ നാടിൻ്റെ തനിമയും കാർഷിക സംസ്കൃതിയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തിയാണ് ഈ നാടിന് പ്രത്യേകിച്ചും ഈ പഞ്ചായത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകനായ രവീന്ദ്രൻ കൊടക്കാടാണ് ഞാറ് നടാനുള്ള നിലമൊരുക്കി നൽകിയത്. കുടുംബശ്രീ പ്രവർത്തകരും കർഷകരും ഉൾപ്പെടെയുള്ളവർ പോലീസിനൊപ്പം ഞാറ്റുവേലയിൽ ഒത്തുചേർന്നു. നെൽകൃഷിയുടെ പരിപാലനം പൂർണ്ണമായും പോലീസുകാർ തന്നെ നടത്തും. കൃഷിയിലൂടെ ലഭിക്കുന്ന വിളവ് നിർധനരായവർക്ക് വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ചീമേനി ബഡ് സ്കൂളിലേക്ക് കസേരകളും വിതരണം ചെയ്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.